ദേശീയപാതകളിൽ ടോളിനു പകരം വാർഷിക പാസ് ഫാസ്ടാഗ് അനുബന്ധ വാർഷിക പാസിൽ 200 യാത്രകളാണ് അനുവദിക്കുന്നത്. പുതിയ വാർഷിക പാസ് 2025 ഓഗസ്റ്റ് 15 മുതൽ ആരംഭിക്കും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, പുതിയ പരിഷ്കാരത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്? ലക്ഷ്മി, തീർച്ചയായും വലിയ പ്രഖ്യാപനമാണ്. ഒരുപക്ഷെ ദേശീയപാതയിലെ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ടോൾ എന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ടാണ് എല്ലായ്പ്പോഴും കാണാറുള്ളത്. കാരണം വലിയ ഫീസ് ഈടാക്കുന്നു യാത്രയ്ക്ക്. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില നിലനിൽക്കുമ്പോൾ വലിയ ഫീസ് ഈടാക്കുന്നു എന്ന വലിയ വിമർശനത്തിനിടെയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വരുന്നത്. അതായത് 3000 രൂപയുടെ വാർഷിക ഫീസ് എടുത്താൽ 200 യാത്രകൾ, ഒരു വർഷത്തിനിടയിൽ 200 യാത്രകൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, അല്ലാതെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാലിയേക്കര ഒരു ഉദാഹരണമാണ്. വൺ സൈഡ് യാത്ര ചെയ്യാൻ 90 രൂപയാണ് പാലിയേക്കരയിൽ ഈടാക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ 200 യാത്രകൾ എന്നുള്ളത് ഏതാണ്ട് 18,000 അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഫീസ് അല്ലെങ്കിൽ നമ്മൾ ടോളിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ 3000 രൂപയ്ക്ക് ഒരു വർഷം 200 യാത്രകൾ എന്നുള്ളൊരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി, ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025, അതായത് ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരും. 3000 രൂപയുടെ ഒരു വാർഷിക ഫീസ് ഫാസ്ടാഗ് വഴി എടുക്കുകയാണെങ്കിൽ 200 യാത്രകൾ ഒരു വർഷത്തിനിടയിൽ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. വലിയ പ്രഖ്യാപനമായിട്ടാണ് ഇതിനെ BJP സർക്കാരും നിതിൻ ഗഡ്കരിയും അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലൂടെയാണ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വലിയ രൂപത്തിൽ ആ വാർത്ത പ്രചരിക്കുന്നുണ്ട്. 3000 രൂപ ചിലവാക്കുക, ഒരു വാർഷിക ഫീസ് എടുക്കുക. ഇത് ഫാസ്ടാഗ് വഴി തന്നെയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഫാസ്ടാഗ് എടുക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇതും കൈകാര്യം ചെയ്യേണ്ടത്. നിലവിലുള്ള ഫീസിനൊപ്പം തന്നെ 3000 രൂപയുടെ വാർഷിക പാസ് എടുക്കുക, അതിൽ 200 യാത്രകൾ ചെയ്യാം. അല്ലെങ്കിൽ അത് ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി എന്നതാണ് പുതിയ പ്രഖ്യാപനമായി വന്നിട്ടുള്ളത്. യാത്രക്കാർക്ക് ദിനംപ്രതി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വലിയ സൗകര്യപ്രദമാകും. ഇത് സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ്. കാറുകൾ, ജീപ്പുകൾ, വാനുകൾ, സ്വകാര്യ യാത്രകൾക്ക് മാത്രമാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക്, അതായത് മറ്റ് വാഹനങ്ങൾക്ക് ഈ പാസ് ഉപകരിക്കില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അവർക്ക് സാധാരണഗതിയിലുള്ള പാസ് തന്നെയായിരിക്കും വേണ്ടത് എന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ സ്വകാര്യ വാഹനങ്ങളെ സംബന്ധിച്ച്, സ്വകാര്യ യാത്രക്കാരെ സംബന്ധിച്ച് ഒരു വർഷം 3000 രൂപയുടെ പാസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും 200 യാത്രകൾ വരെ അവരുടെ ഒരു ബജറ്റിനനുസരിച്ച് സാധാരണക്കാർക്ക് വലിയ ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ലക്ഷ്മി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.